ഹലോ. തലേ ദിവസം നല്ല ലേറ്റ് ആയിട്ട് കിടന്നുകൊണ്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ട് തന്നെയാ രാവിലെ എഴുന്നേറ്റത്. ഞാൻ രാവിലെ 7 മണിക്ക് വരുന്ന ഇവളോട് പറഞ്ഞിട്ട് പോയിട്ട് എഴുന്നേറ്റത് തന്നെ 8 മണിക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ റെഡി ആവാനൊന്നും നിന്നില്ല. അവളെ റെഡിയാക്കിയിട്ട് പോയിട്ട് ഒരുങ്ങാന്ന് വിചാരിച്ചു. പിന്നെ സാരിയും മുല്ലപ്പൂ ഒക്കെ അനൂപിന്റെ വീട്ടുകാർ കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഉണ്ണിയാണ്ട് ഇന്നലത്തെ തന്നെ ബാക്കി ഡെക്കറേഷൻ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ അവളുടെ ഫേസും ഹെയറും ഒന്ന് സെറ്റ് ആക്കിയിട്ട് റെഡി ആവാൻ വേണ്ടി പോയി. ഓമയ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് പോയതാ. തിരിച്ചു വന്നപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ മായ്ച്ചു കളഞ്ഞിട്ട് അത് വേണ്ടാന്ന്. എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞു വെറുതെ എന്റെ ലിപ്സ്റ്റിക് കളയാനായിട്ട്. നിങ്ങൾ പറ ഏതാ നല്ലത്, ലിപ്സ്റ്റിക് ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഞാൻ പോയി റെഡിയായി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അനൂപിന്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാരിയും മുല്ലപ്പൂ ഒക്കെ അവളായി കൊടുത്തു. അത് കഴിഞ്ഞ് അവര് ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ അവർക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്ര വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല, കുറച്ച് ബന്ധുക്കളെ മാത്രം വിളിച്ചിട്ടുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു. ഇതൊക്കെ ഞാൻ അവളെ സാരി ഉടുപ്പിക്കുന്ന സമയം കൊണ്ട് എന്റെ ക്യാമറാമാനോനെ ഒപ്പിയെടുത്തതാ. പക്ഷെ ക്യാമറാമാനോനെ മാത്രം ഇതിനകത്ത് കിട്ടിയില്ല. പാവം. അപ്പൊ പെണ്ണിനെ ഒരുക്കിയിട്ട് എങ്ങനെയുണ്ട്? സുന്ദരിയായില്ലേ? എല്ലാം നോമിന്റെ കഴിവാണ്. എന്റെ കഴിവ് മൊത്തം അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. സാരില്ല, അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. അങ്ങനെ വളകാപ്പ് ചടങ്ങിലേക്ക് നമുക്ക് അങ്ങോട്ട് കടക്കാം. ഓരോരുത്തരായിട്ട് വരുന്നു, വളയിടുന്നു, സ്വീറ്റ്സ് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. ഇത് തന്നെ, വേറെന്താ പരിപാടി. ഞാനും പോയി കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് എടുത്തു. മൊത്തത്തിൽ ഇതാ ഇത്ര ആളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മൂനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ട് ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസും കൂടി എടുത്തു. ബോറുമായിട്ടൊക്കെ അച്ഛൻ ഇങ്ങനെ കിട്ടുള്ളൂ, അത് നമ്മൾ മുതലാക്കണല്ലോ. പിന്നെ അനൂപിനെ വീഡിയോ കോൾ ചെയ്തും ഫോട്ടോ വെച്ചിട്ടൊക്കെ കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും വളയിടലും ഫോട്ടോ എടുപ്പും സ്വീറ്റ്സ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. രാവിലെ മര്യാദക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ തിരക്കുണ്ട്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണിയും അച്ചാറും സലാഡും ഒക്കെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു. ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.